ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളതൊരു ഡെയിലി വ്ളോഗായിട്ടാണ്. കുറച്ച് ദിവസത്തിന് ശേഷമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത് വീണ്ടും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്ന് ഈ വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഈ ഒരു ഡിഷ് വാഷർ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ നാട്ടിലായിരുന്നു കേട്ടോ കുറച്ചായിട്ട്. അപ്പോൾ നാട്ടിലായിരുന്നിട്ട് കുറേ ദിവസം ഇത് അടച്ച് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഡിഷ് വാഷർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാനിത് നല്ലോണം ഇങ്ങനത്തെ വൈപ്സൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യലുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു 2 മാസം കൂടുമ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ ലിക്വിഡ്സൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ വിനിഗറോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീക്കിലിയൊക്കെ ക്ലീൻ ചെയ്യുക. അല്ലാണ്ട് ഇങ്ങനെ കുറച്ച് ദിവസമൊക്കെ അടച്ചിട്ടിട്ടൊക്കെ പോകുമ്പോൾ ആ ഒരു സമയത്തൊക്കെ ആ ഒരു എന്താ പറയുക ഒന്ന് ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനത്തെ സാധനം യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യലുണ്ട്. അപ്പോൾ ഇതൊരു വൈപ്സ് ആട്ടാ. ഇതിങ്ങനെ സ്റ്റെയിൻ റിമൂവർ വൈപ്സ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് സൂപ്പർ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആട്ടോ ഇത്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഈ എഡ്ജസൊക്കെ ഇല്ലേ ഈ ഡിഷ് വാഷറിൻ്റെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. എത്രയൊക്കെ നമ്മൾ സൂക്ഷിച്ചാലും കുറച്ച് ദിവസം അടച്ചിടുമ്പോൾ ഒക്കെ അത് എന്തെങ്കിലുമൊക്കെ പൊട്ടയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്റ്റെയിൻസ് ഒക്കെ ഇല്ലേ, അതിങ്ങനെ കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ സ്റ്റെയിൻ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ആദ്യം ഒന്ന് ഇതിൻ്റെ ഈ ഡോർമേക്ക് ഉള്ളതില്ലേ അതൊക്കെ ആദ്യം ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷമാണ് ഇതിലേക്ക് ലിക്വിഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ വയ്ക്കുക. ഡിഷ് വാഷർ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുക ഫിനിഷിൻ്റെ ഈ ഒരു ഡിഷ് വാഷർ ഡീപ്പ് ക്ലീനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിക്വിഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ ഒരു ബോട്ടിലായത് വരിക. ഇതിൻ്റെ 2 ടൈപ്പ് അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എപ്പോഴും ഇതാ വാങ്ങിക്കുക. ഇതിൻ്റെ ഈ മുകളിലത്തെ ഉള്ള ഈ ഒരു ചെറിയൊരു സ്റ്റിക്കർ പോലെ ഒരു സാധനം ഉണ്ട് കേട്ടോ. അത് ഒന്ന് ജസ്റ്റ് ഇളക്കി മാറ്റിയതിന് ശേഷം റിമൂവ് ചെയ്തതിന് ശേഷം ഇത് പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്യൊന്നും വേണ്ട. ഇതിങ്ങനെ ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ കമഴ്ത്തി വെക്കില്ലേ, അങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഡിഷ് വാഷർ ഓൺ ചെയ്താൽ മതി. അപ്പോൾ അതാ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ടൈമൊക്കെ കഴിഞ്ഞു. ഡിഷ് വാഷർ ഓഫായിട്ടുണ്ട്. നല്ലോണം ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇടയ്ക്ക് എന്താ പറയുക ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടെന്നല്ല, കുഴപ്പമുണ്ടോയെന്ന് വെച്ചാൽ അറിയില്ല, അങ്ങനല്ല. പക്ഷെ ഞാൻ ചെയ്യലുണ്ട്. ഇതിപ്പം കൂടുതലും വെക്കേഷനൊക്കെ പോയിട്ട് വരുന്ന സമയത്താണ് കുറേ ദിവസം നമ്മൾ അടച്ചിട്ടിട്ടുണ്ടാവില്ലേ ഡിഷ് വാഷറൊക്കെ. അപ്പോഴെനിക്ക് ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ പോയില്ലെങ്കിൽ പോലും ഒരു 2 മാസം എല്ലാം കൂടുമ്പോൾ 1.5 മാസം അങ്ങനെ നമുക്ക് തോന്നൂലോ ക്ലീൻ ആക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനൊരു ലിക്വിഡ് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യലുള്ളത്. അല്ലാത്ത റെഗുലർ ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ വിനിഗറോ ബേക്കിംഗ് സോഡ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വൈപ്പ് ചെയ്യോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഒരു സൈക്കിളോ ഒന്ന് റൺ ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ഈ സ്പൈസസൊക്കെ ഒന്ന് പൊടിച്ച് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാം തീർന്ന് ഞാൻ എംറ്റി ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുപ്പിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എല്ലാതും അല്ല, തീർന്നത് മാത്രം. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട്. അത് അങ്ങനെ ചെയ്ത് വെച്ചാൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. എനിക്കങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഓരോന്നൊക്കെ പൊടിക്കാൻ നിൽക്കുന്നതൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. അത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. എനിക്ക് ഇങ്ങനെ എല്ലാം റെഡി ആയിരിക്കുമ്പോൾ അത് കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് മടി വരും, ഇനി അത് ചെയ്തിട്ട് ഇത് ചെയ്യേണ്ട അങ്ങനെയൊക്കെ ഓർത്തിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ, അതായത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. ഈ ഒരു കാശ്മീരി ചില്ലി ഇല്ലേ, ഇത് ഞാൻ നാട്ടിൽ പോയപ്പോൾ ഞാൻ അവിടുന്ന് ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നതാട്ടാ. എനിക്ക് തോന്നുന്നു ഇത് ലുലു എന്നാണോ എവിടുന്നോ വാങ്ങിച്ചുകൊണ്ട് വന്നാട്ടാ. ലുലു അല്ല തോന്നുന്നു, എവിടുന്നോ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നതാണ്. എനിക്കിതിവിടെ കിട്ടുന്നത് കുറവാണ്. അപ്പോൾ ഞാൻ ഈ കാശ്മീരി മുളക് മറ്റേത് കിട്ടും കേട്ടോ, ഡ്രൈ ചില്ലി അത് കിട്ടും. ഈ കാശ്മീരി മുളകാകുമ്പോൾ നമുക്ക് ആ ചില്ലി ഫ്ലേക്സിന് യൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഇത് കൂടുതൽ ഇഷ്ടം. ആ ഒരു ഫ്ലേവറും കിട്ടും, പിന്നെ എരിവും ഉണ്ടാവില്ലല്ലോ. മറ്റേത് നല്ലോണം എരിവുണ്ടാവും. അപ്പോൾ ഇവിടെ മോൾക്കൊക്കെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് കാരണം ഞാൻ ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുള്ളൂ കേട്ടോ. നല്ലോണം നമ്മൾ മറ്റേ മുളക് വറുക്കില്ല അങ്ങനെ ആക്കൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്യണം എന്താ വെച്ചാൽ ഇതുമ്മ പൊടിയൊന്നും ഇല്ല, പക്ഷേ റെഡി ടു യൂസ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ടിഷ്യൂ വെച്ചിട്ടൊന്ന്
തുടച്ചിട്ട് ഒന്ന് ചൂടാക്കി ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി വെക്കുകയാണ്. പിന്നെ ഉലുവേൻ്റെ പൊടി ഉണ്ടാക്കി വെക്കാനുണ്ടായിരുന്നു. ഈ ഉലുവേൻ്റെ പൊടി ഞാൻ ഫിഷ് കറി ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് ചേർക്കും. പിന്നെ പുളിശ്ശേരിയില്ലേ അതിൽ ഞാൻ ചേർക്കും കേട്ടോ, ഉലുവേൻ്റെ പൊടി ചേർക്കും. നിങ്ങളങ്ങനെ ചേർത്ത് വെക്കാത്തവരുണ്ടെങ്കിൽ ആ ഒരു കടുക് പൊട്ടിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചേർത്തിട്ട് പുളിശ്ശേരി ഉണ്ടാക്കി വെക്കൂ. എനിക്കിഷ്ടമാണ് ആ ഫ്ലേവർ. ഇനി എല്ലാവർക്കും ഇഷ്ടമാവോ എന്ന് അറിയില്ല കേട്ടോ. ഞാൻ പണ്ട് പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉലുവേൻ്റെ പൊടി ചേർക്കലുണ്ടായില്ല. വീട്ടിലും അങ്ങനെ ചേർക്കലില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എവിടുന്നോ കണ്ടിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ കുറച്ചിട്ടാ, വളരെ കുറച്ച്, ഒരു നുള്ളെന്നെല്ലാം പറയില്ലേ, അത്ര മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര കയ്പും പിന്നെ ഒരുപാട് ഫ്ലേവറൊക്കെ മാറിപ്പോവും പുളിശ്ശേരിൻ്റെ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള അതിനെ മെയിനായിട്ട് ഞാൻ എടുക്കുക. മീൻ കറിയിലേക്ക് ചിലപ്പോഴേ പൊടി ചേർക്കുള്ളൂ, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഉലുവ ചേർക്കുക. ഉലുവ ചേർക്കാണ്ടും ഉണ്ടാക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉലുവയും കൂടിയിട്ട് ഒന്ന് വറുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രൈൻഡറാണ് ഞാൻ യൂസ് ചെയ്യുക. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഇതാ യൂസ് ചെയ്യുക കേട്ടോ. നമുക്ക് ഈ സ്പൈസസ് ഒക്കെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര ഈസിയാണ്. മറ്റേ മിക്സിയുടെ ചെറിയ ജാർ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ എത്രയൊക്കെ ചിലപ്പോൾ ചിലതൊക്കെ നമുക്ക് വളരെ ചെറിയ ക്വാണ്ടിറ്റിയല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ജാറുമ്മ ഇട്ടാൽ പോലും അത് നന്നായിട്ട് ആയി കിട്ടില്ല. കാര്യം അത്രയ്ക്ക് ചെറുതായിട്ട് അളവിലെടുക്കുമ്പോൾ ഇല്ലേ, അങ്ങനെ ഇട്ടാ ഞാൻ ഉദ്ദേശിക്കണം, നിങ്ങൾക്ക് മനസ്സിലാവണ്ടാവോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ജാറെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ജാറൊക്കെ ഭയങ്കര ഇത് സ്പൈസ് ഗ്രൈൻഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇതിൻ്റെ ജാറ് ഭയങ്കര ചെറുതാണ്. അപ്പോൾ നമുക്ക് എത്ര ചെറിയ അളവിലെടുത്തിട്ടുണ്ടെങ്കിലും ഇതുമ്മ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഒരുപാട് വർഷമായിട്ട് യൂസ് ചെയ്യണതാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഞാനില്ല ഇപ്പോൾ 1 മാസത്തോളമായിട്ട് വീഡിയോസ് ഇട്ടിട്ടില്ല കേട്ടോ. 1 മാസം എന്തോ ആയിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട്. നാട്ടിൽ പോയതായിരുന്നു. പക്ഷെ നാട്ടിൽ പോയിട്ട് എനിക്ക് പനിയൊക്കെ പിടിച്ചു കേട്ടോ. നാട്ടിൽ പോയിട്ട് ഒന്നാമത് നാട്ടിൽ ഇപ്പം മഴേൻ്റെ സമയമൊക്കെ ആണല്ലോ. അപ്പോൾ മിക്കപ്പോഴും എന്താ പറയുക, മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മാത്രമല്ല ഞാനൊരു കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ആയിട്ട് അങ്ങനെയും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം പനി പിടിച്ചിട്ട് എന്താ പറയുക, തീരെ പറ്റാണ്ടായി. അപ്പോൾ എനിക്ക് വീഡിയോസൊന്നും അങ്ങനെയും ഞാൻ ഇത്തവണ നാട്ടിൽ നിന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ സാധാരണയായിട്ട് അങ്ങനെ എടുക്കൽ കുറവാണ്. വളരെ മുന്നേ എന്തോ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നാട്ടിൽ പോകുമ്പോൾ ഞാനങ്ങനെ എടുക്കലില്ല. ഇത്തവണ എന്തായാലും എടുക്കണം എന്ന് വെച്ചിട്ടാണ് പോയതിട്ടാ. പക്ഷേ നടന്നില്ല. പനിയൊക്കെ പിടിച്ച് കിടപ്പായിട്ട് മോൾക്കും എനിക്കും എല്ലാം പനിയായിരുന്നു. അങ്ങനെ പനിയൊക്കെ പിടിച്ചിട്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ തിരിച്ചെത്തിയതിന് ശേഷം എടുത്ത ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാനും ലേറ്റായി. വോയിസൊക്കെ പോയിരുന്നത് കാരണം പ്രോപ്പറായിട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. പൊടിച്ചതിന് ശേഷം ഞാനിതിങ്ങനെ ഒരു ടിഷ്യൂ പേപ്പറിന്മേൽ ഇട്ട് വെക്കൂട്ടാ. ഇതുമ്പോൾ ചെറിയൊരു ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ചൂടോട് കൂടിയിട്ട് കുപ്പിയിലേക്ക് ആക്കാണ്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് എല്ലാം ഒന്നിങ്ങനെ തുറന്ന് വെച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് പിന്നീട് കുപ്പിയിലേക്ക് ആക്കി വെക്കുക കേട്ടോ. ഇപ്പോൾ
ഇനിയിപ്പോൾ എല്ലാതും ഈ ഒരു ഡ്രോയറിൽ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. ഇതിങ്ങനെ ഒന്ന് ഫില്ലായിരിക്കുന്നതാണിപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായിട്ടാണ്. ഈ രാവിലെ സ്കൂളിലേക്കൊക്കെ വിടുന്ന സമയത്ത് ഇത് സ്പൈസസ് ഒക്കെ പൊടിച്ചെടുക്കേണ്ടി ഒക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു മടിയല്ല, എന്താ പറയുക, ഒരിത് തോന്നില്ല. ഇതിങ്ങനെ എല്ലാം ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അപ്പോൾ ഒരു സുഖം കിട്ടുമല്ലോ മനസ്സിന്. ഇതെല്ലാം ഇവിടെ ഉണ്ട്, റെഡി ആയിട്ടുണ്ട് എന്നുള്ള ഒരിത്. അപ്പോൾ പറയുമ്പോൾ ഒന്ന് പൊടിച്ചെടുത്ത് ചെയ്യാന്നുള്ളത് വലിയ പണിയൊന്നുമല്ല, പക്ഷെ എന്നാലും ഒരു മടി വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഞാനിത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഉച്ചക്കിലേക്ക് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്നതാണ്. ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ചിക്കൻ കറിയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വലിയൊരു ചിക്കനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് പകുതി കറിയാക്കുന്നുണ്ട്, പകുതി ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് നമ്മുടെ മറ്റേ ആ പയ്യോളി ചിക്കൻ ഫ്രൈ ഇല്ലേ, അതാട്ടാ. അപ്പോൾ അതിന് വേണ്ടുന്ന ഈ ഒരു കാശ്മീരി മുളകൊക്കെ ഞാനൊന്ന് എന്താ പറയുക, ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി ഇത്രയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടാ. ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ള മസാലകൾ പിന്നെ ആട്ടാ മിക്സ് ചെയ്യുക. ഇത് ഉപ്പ് മാത്രം ഇപ്പോൾ ചേർക്കണമെന്ന് വെച്ചാൽ ഇതിന്ന് കുറച്ചെടുത്തിട്ട് ആ ഒരു തേങ്ങയിലേക്ക് ചേർക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഉപ്പും കൂടി കുറച്ച് ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു എന്താ പറയുക ബൗളിലേക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓർമ്മയുണ്ടായിരുന്ന ബാക്കിയുള്ളത് മൊത്തത്തിൽ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് പെരുംജീരകത്തിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലേൻ്റെ പൊടിയും കൂടിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പി പിന്നെ ഇതിലേക്ക് വിനീഗർ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പിയുടെ ഒറിജിനൽ റെസിപ്പി എന്ന് വെച്ചിട്ട് ഞാൻ കുറേ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഉണ്ടാക്കുന്നതും ഇതിൻ്റെ ഒരു ഒറിജിനൽ റെസിപ്പിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞു തന്നോളൂ കേട്ടോ. ഞാനിതിൻ്റെ ഒരുപാട് റെസിപ്പീസ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പലതിലും ചെറിയ ആ ഒരു ഡിഫറൻസ് ഉണ്ട് ഇൻഗ്രീഡിയൻസിൽ. ചിലരൊക്കെ ഇഞ്ചി മാത്രം ചേർത്തിട്ടാണ് ഉണ്ടാക്കുക, ഇഞ്ചി വെളുത്തുള്ളി ചേർക്കലില്ല, രണ്ടും കൂടി ചേർക്കലില്ല. അങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനെന്തായാലും ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യലിട്ടാ ഉണ്ടാക്കൽ. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാണ്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ചിലപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാവും അതും. എന്നാലും നമ്മൾ സാധാരണയായിട്ട് ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു രീതിയിലാണല്ലോ ചേർക്കൽ. അപ്പോൾ അത് കാരണം വെളുത്തുള്ളി ഒഴിവാക്കാൻ എനിക്കൊരു മടി. അപ്പോൾ എന്തായാലും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്.
പിന്നെ ഇതൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് നേരം ഒന്നും വെക്കാനില്ല, ഒരു അരമണിക്കൂർ പോലും വെക്കാനായിട്ട് എനിക്കിപ്പോൾ ഇല്ല സമയം കേട്ടോ. ഒരു 10 മിനിറ്റല്ല ഞാൻ വെക്കുള്ളൂ. കാര്യം കുറച്ചധികം വീട്ടിൽ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള പണികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നേരമൊന്നും അങ്ങനെ വെക്കാൻ സമയമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വേഗം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി നമ്മുടെ ഈ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ എണ്ണയിലേക്ക് ചേർത്തതിന് ശേഷം ഞാൻ ചിലപ്പോഴൊന്നും ഇങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്യുമൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. കാര്യം ചിക്കൻ്റെ പീസസൊക്കെ കുറച്ച് വലുതായിരുന്നു, ഇത്തവണ കട്ട് ചെയ്ത് കുറച്ച് വലിപ്പത്തിലായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ ഒരു പാനിൻ്റെ സൈസിലുള്ള മൂടിയൊന്നും അല്ല കേട്ടോ അത് അങ്ങനെ ഇരിക്കണേ. പെട്ടെന്ന് കിട്ടിയത് അതായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് എടുത്ത് അടച്ച് വെച്ച് കൊടുത്തതാണ്. ഒരു പാനിൽ അടച്ചപ്പോൾ ആ ഒരു ലിഡ് ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കണം. എന്താ അറിയോ, അത് അതിൻ്റെ കറക്റ്റ് സൈസ് അല്ലാത്തതുകൊണ്ടാണ്. ഈ ഒരു പാൻ 26 ആണെന്ന് തോന്നുന്നു, 26 ആണ്. എനിക്ക് ആ ഒരു അളവിലുള്ള മൂടി ഇല്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഇതേ ഉള്ളൂ ഈ ഒരു പാനിലേക്ക് അടയ്ക്കാൻ. അപ്പോൾ അത് കാരണം അത് വെച്ചൊന്ന് അടച്ചു കൊടുത്താൽ അതങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കണേ. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ള ആ ഒരു പച്ചമുളകും വേപ്പിലയും കൂടിയിട്ട് ഞാനൊന്ന് റെഡിയാക്കി വെക്കുകയാണ്. പച്ചമുളക് ഇങ്ങനെ ഒന്ന് എന്താ പറയുക രണ്ടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഈ ചിക്കനൊക്കെ മാറ്റിയതിന് ശേഷം പെട്ടെന്ന് ഇതെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. ഇനിയിപ്പോൾ ഇതാ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ്. ഞാൻ ശരിക്കും പുട്ടുണ്ടാക്കാമെന്നാട്ടാ കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുട്ടിൻ്റെ പൊടി ഇവിടെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ആ ഒരു ഇത് പൊട്ടിച്ചിട്ടുമില്ല. അപ്പോൾ എന്താ പറയുക, എൻ്റെ അടുത്ത് ഞാൻ രാവിലെ തന്നെ ഇന്ത്യൻ ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഞാൻ ഇത് സാധാരണയായിട്ട് ഞാനിങ്ങനെ ദോശമാവ് കടയിൽ നിന്ന്, ദോശൻ്റെ ഇഡ്ഡലിൻ്റെ ഒന്നും മാവ് കടയിൽ നിന്ന് വാങ്ങിക്കലില്ല. ഇതിപ്പോൾ പെട്ടെന്ന് ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഇതിന് മുമ്പ് ഒരിക്കലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതന്ന് ഞാൻ ബീഫ് കറീൻ്റെ കൂടെയാണ് തോന്നുന്നു എന്താ ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കിഷ്ടമാണ് ഇഡ്ഡലി അങ്ങനെ കഴിക്കാനായിട്ട്. ഞാൻ വീട്ടിലൊന്നും അങ്ങനെ ഒരു കോമ്പിനേഷൻ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞാൻ ഒരിക്കൽ കുറേ മുന്നേ ഒരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് മട്ടൻ കറിയും ഇഡ്ഡലി. അതൊരു എന്താ ഒരു തമിഴ് റെസ്റ്റോറൻറ്റ് എന്തോ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ അവിടെ മട്ടൻ കറിയും ഇഡ്ഡലിയോ അങ്ങനെ എന്തോ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മട്ടൻ കഴിക്കില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ട് ചിക്കൻ കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മട്ടൻ കഴിക്കാത്തതുകൊണ്ട് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എൻ്റെ ഹസ്ബൻഡും മോളൊക്കെ കഴിക്കും കേട്ടോ മട്ടൻ, അവർക്ക് ഇഷ്ടമാണ്, ഞാൻ കഴിക്കില്ല. അപ്പോൾ ചിക്കൻ കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ഓപ്ഷൻ ചിക്കൻ കറി ആണല്ലോ, അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ കഴിച്ചപ്പോൾ. പിന്നെ അതിനുശേഷം ഞാൻ വീട്ടിൽ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. ഇങ്ങനത്തെയൊക്കെ അവസരങ്ങൾ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കലുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ ഇങ്ങനത്തെ ഈ ഒരു കോമ്പിനേഷൻ.
അപ്പോൾ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനത് ഓയിലിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടില്ല, ഭയങ്കര മൊരിച്ചെടുക്കില്ല, അങ്ങനെ എടുത്തിട്ടില്ല. കുറച്ചൊന്ന് ഇതായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് അതാ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് മൊരിച്ചെടുത്തിട്ടില്ല. ആ ഒരു ഓയിലേക്ക് തന്നെ പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ആക്കി ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങേൻ്റെ ഒരു കൂട്ടില്ലേ, അത് ഇതിലേക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ആക്കി അതും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വരും കേട്ടോ ഇവിടെ ഉച്ചയ്ക്ക്. അപ്പോൾ അത് കാരണം ആൾക്കും കൂടെ വേണ്ടിയിട്ട് ഫുഡ് റെഡിയാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫുഡൊന്നും ഇല്ല, ഇതന്നെ ഉള്ളൂ. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ കറി ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്കൊന്ന് സെർവിങ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാനുണ്ട്. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച ഞാൻ വീണ്ടും വരാം. താങ്ക് യു, ബൈ.